അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റമദാൻ അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. നമ്മൾ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ഈ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിക്ക് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണത്, അവസാനത്തെ 10ൽ തുടർച്ചയാക്കാൻ. ഇതിൽ നമുക്കുള്ള ഗുണപാഠം ഒന്ന് തുടർച്ചയാക്കണം എന്നുള്ളതാണ്. ഏതൊരു പ്രാർത്ഥനയുടെയും സ്വീകാര്യതയ്ക്ക് വളരെ ഗുണകരമായിട്ടുള്ളത് പ്രാർത്ഥനയുടെ തുടർച്ചയാണ്. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാര്യസാധ്യത നടക്കുവാൻ വേണ്ടി ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. രണ്ടാമതായി, അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ചയും മാപ്പും തരണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച കൊടുക്കേണ്ടതുണ്ട്, മറ്റുള്ളവരോട് മാപ്പ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ 10ൽ നാം ഇത് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നുള്ള പ്രതീക്ഷയോടൊപ്പം, നമുക്ക് മാപ്പ് തരും എന്നുള്ള പ്രതീക്ഷയോടൊപ്പം, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്നുള്ള ആഗ്രഹത്തോടൊപ്പം നാം മുന്നോട്ടേക്ക് നീങ്ങണം. നിരന്തരമായി ഓരോ മിനിറ്റിലും, ഓരോ നടത്തത്തിലും, ഓരോ ഇരുത്തത്തിലും, ഓരോ ചലനത്തിലും നമുക്ക് അള്ളാഹുവോട് പറയാം, അല്ലാഹുമ്മ ഇന്നക, അള്ളാഹുവെ തീർച്ചയായും നീ അഫുവുൻ, നീ മാപ്പ് തരുന്നവനാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന് അത് ഇഷ്ടമാണ് എന്നാണ്. അള്ളാഹുവിന് വിട്ടുവീഴ്ചയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം. യുഹിബ്ബുൽ അഫ്വ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അതുകൊണ്ട് അള്ളാഹുവെ നിനക്ക് ഇഷ്ടമാണല്ലോ അത് എന്നാണ്. അപ്പോൾ നമുക്ക് വേറെ ഒരാളോട് ചിരിക്കാൻ, മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കാൻ, വേറൊരാളുടെ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മളും എത്തിച്ചേരണം എന്നുള്ളതാണ് നോമ്പിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ മാതൃക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടമാണ് പുറത്തു കൊടുക്കൽ, എൻ്റെ ഇഷ്ടമാണ് വിട്ടുവീഴ്ച, എൻ്റെ ഇഷ്ടമാണ് മാപ്പ് കൊടുക്കൽ, എനിക്കിഷ്ടമാണത് എന്ന് പറയാൻ നമുക്കും കഴിയണം. എന്നാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മോട് ഇഷ്ടപ്പെടും, അള്ളാഹു നമുക്ക് മാപ്പ് തരുന്നതിൽ അള്ളാഹുവിന് ഇഷ്ടമാകും. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.